2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 102. മറക്കല്ലേ, 102. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2026 നടക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് അഥവാ സെൻസസ് 2026 നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 8-മത്തെ. എത്രാമത്തെയാണ്? 8-മത്തെ. 2026 52-മത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 52-മത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ സി, ഫ്രാൻസ്. ഏതാണ്? ഫ്രാൻസ്. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യ. ഏതാണ്? ഇന്ത്യ. 2025 20-മത് G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം. 2025 20-മത് G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം. ഉത്തരം ഓപ്ഷൻ സി, ജോഹന്നാസ്ബർഗ്. ഏതാണ്? ജോഹന്നാസ്ബർഗ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ഏത്? 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ഏത്? ഉത്തരം നമുക്കറിയാലോ. ഏതാ? ഓപ്ഷൻ ബി, ട്രിയോണ്ട. ഏതാണ്? ഓപ്ഷൻ ബി, ട്രിയോണ്ട. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം ഏത്? ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം ഏത്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ. 2026 ഏപ്രിൽ അന്തരിച്ച ലഡാക്കിലെ സിംഹം എന്നറിയപ്പെടുന്ന മഹാവീർ ചക്ര ജേതാവ് ആരാണ്? 2026 ഏപ്രിൽ അന്തരിച്ച ലഡാക്കിലെ സിംഹം എന്നറിയപ്പെടുന്ന മഹാവീർ ചക്ര ജേതാവ് ആരാണ്? ഉത്തരം കിട്ടിയോ? ആരാണ്? കേണൽ സോനം വാങ്ചുക്ക്. ആരാണ്? കേണൽ സോനം വാങ്ചുക്ക്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണായ ദക്ഷിണ റെയിൽവേ നിലവിൽ വന്നിട്ട് 2026 എത്ര വർഷം പൂർത്തിയായി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണായ ദക്ഷിണ റെയിൽവേ നിലവിൽ വന്നിട്ട് 2026 എത്ര വർഷം പൂർത്തിയായി? ഉത്തരം 75. ഓപ്ഷൻ സി, 75. ഇന്ത്യയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് എവിടെയാണ്? ഉത്തരം അങ്കലേശ്വർ. എവിടെയാണ്? അങ്കലേശ്വർ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 PV നരസിംഹറാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 PV നരസിംഹറാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതായിരിക്കാം? ഉത്തരം ജപ്പാൻ. ഏതാണ്? ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ സംയോജിത വെറ്റിനറി സയൻസ് സർവകലാശാലയായ വൻധാര യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചതെന്ന്? ഉത്തരം 2026 ഏപ്രിൽ 12.
ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠം പുരസ്കാരത്തിന് ഈ വർഷം അർഹനായത് ആര്? ഉത്തരം ആർ വൈരമുത്തു. ആരാണ്? ആർ വൈരമുത്തു. റോഡ് നിർമ്മാണത്തിനായി ബയോബിറ്റുമീൻ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2023-24 ആർദ്രം കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി വെള്ളിനേഴി. ഏതാണ്? വെള്ളിനേഴി. 2027 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദിയാകുന്ന രാജ്യം ഏത്? ഉത്തരം പാകിസ്ഥാൻ. ഓപ്ഷൻ സി പാകിസ്ഥാൻ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി 10. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്? ഉത്തരം ഓപ്ഷൻ ബി ലോക് ഭവൻ. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം? ഓപ്ഷൻ ബി വിരാജ്, ആന. അല്ലേ? അടുത്ത ചോദ്യം. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം NS മാധവൻ. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് രാജ്യത്താദ്യമായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം? ഉത്തരം നമ്മുടെ കേരളം. അല്ലേ? അടുത്ത ചോദ്യം. 2025 നാവികസേന ദിനാഘോഷത്തിന് വേദിയായ നഗരം? ഉത്തരം തിരുവനന്തപുരം. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ. 2025 മെയ് മാസത്തിൽ അന്തരിച്ച ഡോക്ടർ ജയന്തി നർലിക്കർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത്? ഉത്തരം ജ്യോതിശാസ്ത്രം. രാജ്യത്തെ ഏത് തീവണ്ടിയിലാണ് ആദ്യമായി ATM സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്? ഉത്തരം പഞ്ചവടി എക്സ്പ്രസ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏത്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏത്? ഉത്തരം എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്തെ 8ാമത് കേന്ദ്ര ഫോറൻസിക് ലാബ് നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തരം നമ്മുടെ കേരളം. ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും വലിയ വിക്ഷേപണം എന്ന നിലയിൽ ചരിത്രം കുറിച്ച GSAT-7R വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2025 നവംബർ 2. ഓപ്ഷൻ ബി. 2025 ഒക്ടോബർ 31 അന്തരിച്ച മാനുവൽ ഫെഡറിക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഹോക്കി. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം MR രാഘവ വാര്യർ. ആരാണ്? MR രാഘവ വാര്യർ. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം അരീന സബലേങ്ക. ഓപ്ഷൻ സി അരീന സബലേങ്ക. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം? ഉത്തരം KG ശങ്കരപിള്ള. ഓപ്ഷൻ സി
KG ശങ്കരപിള്ള. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. ഉത്തരം ഓപ്ഷൻ സി അഹമ്മദാബാദ്. 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ഫാത്തിമ ബോഷ് ഫെർണാണ്ടസ് ഏത് രാജ്യക്കാരിയാണ്? ഉത്തരം മെക്സിക്കോ. 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത്? ഉത്തരം എൽദോസ് പോൾ. ആരാണ്? എൽദോസ് പോൾ. 2025 നവംബറിൽ അന്തരിച്ച DNA ഘടന കണ്ടെത്തിയതിന് നോബൽ സമ്മാനം നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജെയിംസ് വാട്സൺ. ആരാണ്? ജെയിംസ് വാട്സൺ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരമായ 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി? ഉത്തരം ഓപ്ഷൻ സി സുപ്രിയ സാഹു. 2025 ഡിസംബറിൽ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 16ാമത്തെ ഇനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ദീപാവലി. ഏതാണ്? ദീപാവലി. 2025 ഡിസംബറിൽ അന്തരിച്ച ഖാലിദിയ സിയ ഏത് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു? ഉത്തരം ബംഗ്ലാദേശ്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? ഉത്തരം ജസ്റ്റിസ് സൂര്യകാന്ത്. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ആര്? ഉത്തരം ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ഇന്ത്യൻ വ്യോമസേനയുടെ 2 വ്യത്യസ്ത യുദ്ധവിമാനങ്ങളിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി? ഉത്തരം ദ്രൗപദി മുർമു. യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി 2025 നവംബറിൽ നിയമിതനായ ഇന്ത്യൻ സിനിമാ താരം? ഉത്തരം കീർത്തി സുരേഷ്. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം? ഉത്തരം റഷ്യ. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ കായിക താരമാര്? ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ കായിക താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേര്? ഉത്തരം സേവാ തീർത്ത്. രാജ്യത്തെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കുർണൂൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്കായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ. 2025 മെയ് 18 ISRO നടത്തിയത് ഏത് വിക്ഷേപണമാണ് പരാജയമായി തീർന്നത്? ഉത്തരം ഏതാണ്? PSLV C-61. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹമായ മരിയ കൊറീന മച്ചാഡോ ഏത് രാജ്യക്കാരിയാണ്? ഉത്തരം വെനസ്വേല. ഏതാണ്? വെനസ്വേല. ലോകത്തെ ആദ്യത്തെ സിംഗിൾസ് ഡോസ് ഡെങ്കി വാക്സിൻ വികസിപ്പിച്ച രാജ്യം? ഉത്തരം ബ്രസീൽ. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്?
ഉത്തരം മമ്മൂട്ടി. രണ്ടായിരത്തി 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏതു ഭാഷയിലെ എഴുത്തുകാരിയാണ്? ഉത്തരം കിട്ടിയോ? ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി കന്നഡ. ഏത് രാജ്യത്തിന്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം? ഉത്തരം ഏതാണ്? അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അഥവാ AI അല്ലേ അധിഷ്ഠിത സാമ്പത്തിക മേഖല നിർമ്മിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ചണ്ഡീഗഡ്. ബീം എന്ന 3D വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം അവതരിപ്പിച്ച സ്ഥാപനം ഏത്? ഏതാണ് നമുക്കറിയാലോ, ഉത്തരം ഗൂഗിൾ. ഓക്കെ.